ഇത് ഞാൻ എൻ്റെ വണ്ടി ചങ്ങാടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വ്യൂവാ കണ്ടില്ലേ, കുളമൊന്നുമല്ല കേട്ടോ, ഇത് നാച്ചുറൽ റിവറാണ്. ഹലോ യൂട്യൂബ് ഫ്രീക്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോഗ്നാലിൽ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഒരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത്. കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് ഡേ ടൂർ ബുക്ക് ചെയ്തിട്ടില്ല. ഇന്ന് ബൈക്കുമേ ആയിരിക്കും കറക്കം. ഫോഗ്ന കേവ് ആണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ. പിന്നെ ബാക്കിയുള്ളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, റാൻഡം ആയിരിക്കും. ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷൻസ്, അട്രാക്ഷൻസ് ഗൂഗിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗൂഗിൾ അമ്മച്ചിയുടെ വാഹനം കേട്ട് ആ വഴിക്കൊന്ന് പോയി നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ത്രില്ലിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇതാ ചങ്ങാടം. പണ്ടത്തെ നമ്മുടെ നാട്ടിലെ സെറ്റപ്പ്. ഈ ബൈക്ക് അതിൽ കയറ്റി വെച്ചിട്ട് അക്കരയ്ക്ക് പോകാനുള്ള സെറ്റപ്പ് കേട്ടോ. അടിപൊളി വ്യൂ ആകണ്ട. സംഭവം പൊളി വൈബ്. ഇത് ഞാൻ എൻ്റെ വണ്ടി ചങ്ങാടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അക്കരയ്ക്ക് പോവാം. എവിടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത് കണ്ടതല്ല, ഞാനിതൊരു വീഡിയോയിൽ കണ്ടായിരുന്നു ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ക്രൈസ് തോന്നിയിട്ട് ചെയ്തതാ. ബട്ട് അടിപൊളി, നല്ല വ്യൂ ഒക്കെയാ കണ്ടോ. ഐ ഹാവ് നോ ഐഡിയ വേർ ഐ ആം. ജസ്റ്റ് ഇങ്ങനെ പോവാണ്. ഒരു കൺട്രി സൈഡാണ് സംഭവം. എവിടെയാണെന്നൊന്നുമില്ല. എനിക്ക് ആ ചങ്ങാടത്തിൽ കയറുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ അത് ഇക്കരെത്തി. ഇക്കരെ എനിക്ക് തോന്നുന്നു നമ്മൾ അക്കരെ പ്ലാന്റേഷനിലൊക്കെ പോയി കിട്ടുന്ന ഒരു വൈബില്ലേ, അതിരപ്പള്ളിയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു സെറ്റപ്പ്. അവിടെ വേറെ ഒന്നുമില്ല, എങ്ങോട്ട് നോക്കിയാലും മല, പിന്നെ അത്യാവശ്യം കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് തോന്നേ. അത്രയ്ക്ക് തന്നെയുള്ളൂ ഇവിടെ. കുറച്ച് നേരം ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചോട്ടെ. വണ്ടി ഓടിച്ച് ഞാൻ ഇതാ ഒരു ബ്രിഡ്ജും എത്തി. ബൈക്ക് മാത്രം പോകുന്നൊരു ചെറിയ ബ്രിഡ്ജാണ്. അപ്പോൾ അത് നമുക്ക് കയറിയിട്ട് അഭ്യാസം കാണിക്കാമെന്ന് വെച്ചു. നോക്കാം. ഗംഭീര വ്യൂ. അപ്പോൾ ഞാൻ വണ്ടി വന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. ഇതൊരു ഇരുമ്പുപാല. നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഇരുമ്പുപാലം എനിക്ക് തോന്നുന്നു ഞാനിങ്ങനത്തെ ഇരുമ്പുപാലം കണ്ടത് നമ്മുടെ ലഡാക്കൊക്കെ പോകുമ്പോൾ അവിടെയാണ് മറ്റേ ബ്രിട്ടീഷുകാർ അങ്ങനത്തെ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കണേ. ഇത് ഏകദേശം അത്യാവശ്യം പഴയ ഒരു ബ്രിഡ്ജാന്ന് തോന്നുന്നു സംഭവം. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, നല്ല കീട്ടില്ല വ്യൂ ആ. കണ്ടില്ലേ, ഇത് വെള്ളം കണ്ടോ. വെള്ളം ഒരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ വെള്ളം. അടിപൊളിയാണ് ഇവിടെ നിന്ന്. ഇതാണ് ഒരു 360 വ്യൂ. ഈ സൈഡിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ. ചില വണ്ടി ഓടിച്ച് വീണ്ടും നിർത്തി. ഫോഗ്ന കിങ്ഡം ഓഫ് കേവ്സ് എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത് കേട്ടോ. അതിന് മാത്രം കേവ്സ് ഉണ്ടെന്ന് പറയണേ. ഈ കേവ് അസോസിയേഷൻ ഓൾമോസ്റ്റ് ഒരു 400 കേവ്സും എങ്ങാണ്ട് അവരുടെ കണക്ക് പ്രകാരം ഇവിടെ ഉണ്ട്. അതിലൊരു 20 മാത്രമേ ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ. അതിൽ നമുക്ക് ക്ലാസിക് കേവ്സിനും അഡ്വഞ്ചർ കേവ്സിനും പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. അഡ്വഞ്ചർ കേവ്സിൽ നമ്മൾ എനിക്ക് തോന്നുന്നു 2 നൈറ്റ് നിൽക്കണം, അങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മളിപ്പോൾ കണ്ട പാരഡൈസ് കേവോ അല്ലെങ്കിൽ ഡാർക്ക് കേവോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പോകാൻ പോണ ഫോഗ്ന കേവോ ഒക്കെ ക്ലാസിക് കേവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതൊക്കെ ജസ്റ്റ് 1 ഡേ ട്രിപ്പായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. മറ്റേതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഉള്ളിൽ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്ത് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മൂക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നാൽ കേട്ടോ. ഇന്നലെ കണ്ട ഡാർക്ക് കേവ് ഇല്ലേ, ഡാർക്ക് കേവിൻ്റെ ഒരു കൈവഴി തന്നെ, ആ പുഴ തന്നെയാണ്. കുറച്ചും കൂടി കുറേ ഇങ്ങോട്ട് പോന്നിട്ട് വേറൊരു സ്ഥലത്ത്. അപ്പോൾ ആക്ച്വലി ഞാനൊരു കേവ് സെർച്ച് ചെയ്ത് പോയതാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട്. ആ കേവ് പക്ഷേ അത്
കാടിൻ്റെ ഉള്ളിലേക്ക് കുറേ പോകണം. അതായത് നമ്മളേതെങ്കിലും ട്രാവൽ കമ്പനി വഴി ബുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു സ്റ്റേ ചെയ്ത് കാണാൻ പറ്റുന്ന കേവാണത്. അപ്പോൾ അത് നടന്നില്ല. പിന്നെ അവിടെ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കാമെന്ന് വെച്ചു. അതായത് ഉച്ച കഴിഞ്ഞിട്ട് പോയി ഫോങ്ന കേവ് കാണാം. അപ്പോൾ അതാണ് ഇപ്പോൾ കാണാൻ നമ്മളെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. വേറെ ഇപ്പുറത്തൊരു സ്ഥലം കൂടി ഉണ്ട്. 2 സ്ഥലത്തേക്ക് കൂടി കുളിക്കാനുള്ള ടിക്കറ്റ് എടുത്തേ. വിയറ്റ്നാം ഡോങ് 220 ഡോങ് ഉണ്ടെങ്കിൽ 2 സ്ഥലത്തും കുളിക്കാനാണ്. ഇപ്പുറത്ത് എങ്ങനെ ഉണ്ട് നോട്ടെ. അപ്പുറത്ത് കണ്ടില്ല, അപ്പുറത്ത് അടിപൊളി ചെറിയൊരു പൂളാണെങ്കിലും സംഭവം ഇന്ന് തിരക്കൊന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ ഏരിയ ഫുള്ള് എനിക്കാ. പ്രൈവറ്റ്. അപ്പം ഞാനിവിടുന്ന് പോവാണ്. സമയം ആയി 3 മണി വരെ ഉള്ളൂ പൊങ്ങന കേവ്. അതിന് മുമ്പ് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. എന്തെങ്കിലും വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും വിശന്നാലും. പിന്നെ ഇവിടുന്ന് കുറച്ച് നേരം ഡ്രൈവ് ചെയ്യാനുള്ളൂ. ഒരു 10-20 കിലോമീറ്ററിനേക്കാളും മേലെയുണ്ട് നമുക്ക് ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കണം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാണ്. സംഭവം കൊള്ളാം, അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ കുറവാണെങ്കിൽ ഡാർക്ക് കേവിൽ പോയിട്ട് ഡാർക്ക് കേവും കണ്ട് അവിടുത്തെ റിവറിൽ കുളിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത്. അപ്പം കാണാം. നമ്മൾ ഫോങ്ന കേവിലെത്തി. കെബാങ് നാഷണൽ പാർക്കിലാണ് ഫോങ്ന കേവൊക്കെ ഉള്ളത് കേട്ടോ. സോ ഇതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് കെബാങ് നാഷണൽ പാർക്ക്. ഈ ഫോങ്ന കേവും ഡാർക്ക് കേവും ഇതൊന്നും മറ്റേ ട്രിപ്പായിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കാരണം ഇതും പാരഡൈസ് കേവും ഫോങ്ന കേവും കൂടി അവർ 1000 സംതിങ് രൂപ പറയണേ. ഇതിലിപ്പോൾ എനിക്ക് ആകെ ചിലവായത് ഈ ഫോങ്ന കേവിന് മാത്രം അപ്രോക്സിമേറ്റ്ലി എത്രയാണ് 20 വിയറ്റ്നാം ഡോങ് ഒന്നും അറിയോ. എനിക്ക് 240 വിയറ്റ്നാം ഡോങ് വന്നുള്ളൂ, ബോട്ടും ടിക്കറ്റ് എല്ലാം കൂടി. ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് വെറ്റ് കേവ് കേട്ടോ. ഡ്രൈ കേവാണ് പാരഡൈസ് കേവ്, വെറ്റ് കേവാണ് ഫോങ്ന കേവ്. ഇത് ഏകദേശം ഒരു 7 കിലോമീറ്റർ നമ്മളിപ്പോൾ കയാക്ക് ചെയ്തപോലെ കയാക്ക് ചെയ്യാൻ പറ്റും. എൻട്രി ടിക്കറ്റാണ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് ക്ലാസിക് ടൂർ ആണെങ്കിൽ 1 കിലോമീറ്റർ, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അഡ്വഞ്ചർ ആണെങ്കിൽ 7 കിലോമീറ്റർ നമുക്ക് കയാക്ക് ചെയ്യാൻ പറ്റും. അത് മറ്റേ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക്
നീന്തൊക്കെ ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറും. നല്ല ക്രിസ്റ്റീൻ, നല്ല ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ള വെള്ളമൊക്കെ ഇടും. ഇഷ്ടം പോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ തൂങ്ങി കിടക്കുന്ന സ്ട്രക്ചറാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇങ്ങനെ അടിയിൽ നിന്ന് പൊന്തി പോകുന്നതാണ് സ്റ്റാഗ്മൈറ്റ്സ്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായല്ലോ, ഒരുപാട് വർഷങ്ങൾ, ഒരു വർഷം 3.35 എങ്ങാണ്ട് മില്ലിമീറ്ററാണ് അതിൻ്റെ വളർച്ച. ഒരു വർഷം 100 ഇഞ്ച് ആവാനായിട്ട് 106x3, 100 വർഷം കൊണ്ട് 106x3, അതാണ് കണക്ക്. 100 വർഷം കൊണ്ട് 106x3 ഇഞ്ചാണ് ഈ സാധനം വളരാൻ, മുകളിൽ നിന്നായാലും താഴ്ത്തുനിന്നായാലും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മുരടിക്കും, പിന്നെ അത് വളരില്ല എന്ന് പറയുന്നത്. ഇതിപ്പോൾ ആരും വന്ന് എല്ലാ വർഷവും അളന്നു നോക്കാനൊന്നും പോകുന്നില്ല. ബട്ട് ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. നമ്മളായിട്ട് ഇതിൻ്റെ വളർച്ചയൊന്നും മുരടിപ്പിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ മില്യൺസ്, എത്രയോ മില്യൺ, ഇന്നലെ ഞാൻ പാരഡൈസ് കേവിൽ പോയപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞത് എത്രയോ മില്യൺ ഇയർ കൊണ്ടാണ് ഈ സാധനം ഈ കാണുന്ന ഒരു ഫോർമേഷനിൽ, ഈ കാണുന്ന ഒരു സ്ട്രക്ചറിലേക്ക് ഉണ്ട് ഈ സാധനം കേട്ടോ. ഈ സ്റ്റാഗ്മൈറ്റ് ഈ കാണുന്ന സ്ട്രക്ചറിലേക്ക് ആവുന്നത് ഏകദേശം എത്രയോ മില്യൺ ഇയേഴ്സ് എടുത്തിട്ടാണ്. ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവണേ. ഒരു തുള്ളി വെള്ളം അങ്ങനെ മുകളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഡ്രൂപ്പ് നിലത്തേക്ക് വീഴില്ലേ, അങ്ങനെ വീഴാത്ത ആ ടൈമിൽ ഇത് ആക്ച്വലി പാറയല്ല, ഇത് റോക്കല്ല, ഇതെന്തോ വേറെന്ത് സംഭവം, ഫോസിലിനെ കണ്ടെന്ന് അവർ പറഞ്ഞത്. അതിന് രാസപ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ട് എന്തൊക്കെയോ റിയാക്ഷൻ സംഭവിച്ചിട്ട് അതവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്ലോലി അതിങ്ങനെ ആവുന്നതാണ്. കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് അപ്പോൾ ഈ സംഭവം ഇതിങ്ങനെയായി ഉണ്ടാവുക. നാട്ടിലാണെങ്കിൽ കുറേ നല്ലവരായ ഉണ്ണികളുണ്ടല്ലോ, അവന്മാർ ഇതിനൊക്കെ ഇപ്പോൾ എഴുതി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടില്ലേ, എപ്പോഴെ കണ്ടാലും എന്തെങ്കിലും എഴുതിയിരിക്കും. ഐ ലവ് സോണി, ഷജീനെ നിന്നെ എനിക്കിഷ്ടമാണെന്നൊക്കെ ഈ പാറപ്പുറത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തായാലും കണ്ട ഇതുപോലെയാണ് ഓരോ സാധനങ്ങൾ കൺസർവ് ചെയ്യുക. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഏകദേശം 2-2.5 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു പോകുന്ന കേവിൽ. തിരിച്ച് പോകണം ഇനി. പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പുറത്തേക്ക് കുറച്ച് നേരം ബൈക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാണെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പോൾ നാളെ കാണാം. വീഡിയോ ഉണ്ട് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.